ഫ്രം എന്ന് പറഞ്ഞ സീരീസിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് എപ്പിസോഡ് വരെ കണ്ടിട്ടുള്ള ഒരാളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് കാണാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം കുറച്ച് സ്പോയിലേഴ്സും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലുണ്ട്. സോ സീസൺ 4 എപ്പിസോഡിന്റെ 3 കഴിഞ്ഞ ദിവസമാണ് റിലീസായത് ആമസോണിൽ. സോ ഈ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. സോ ബേസിക്കലി ഈ എപ്പിസോഡ് ഫ്രം സീരീസിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ വളരെ നോർമലായിട്ട് പോയിട്ടുള്ള ഒരു എപ്പിസോഡാണ്. വലിയ ഹാപ്പനിങ്സോ അല്ല ത്രില്ലിംഗ് മൂവ്മെന്റ്സോ ഒന്നും ഇല്ലാത്തൊരു നോർമൽ എപ്പിസോഡ്. പക്ഷെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് എടുത്തിട്ടുള്ള ഒരു എപ്പിസോഡ് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് 3. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, സോഫിയ എന്ന് പറഞ്ഞ പുതിയൊരു ക്യാരക്ടറിനെ ഈ ഒരു സീസണിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു എപ്പിസോഡിന്റെ അവസാനം ആ ഒരു ക്യാരക്ടറിന്റെ യഥാർത്ഥ ഐഡന്റിറ്റിയും റിവീൽ ചെയ്യുന്നുണ്ട്. മാൻ ഇൻ യെല്ലോ വളരെ ഡേഞ്ചറസും അതുപോലെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ മാൻ ഇൻ യെല്ലോ. സോ ഈ ഒരു 3rd എപ്പിസോഡിൽ ഈ ഒരു ക്യാരക്ടറിനോട്, സോഫിയ എന്ന് പറഞ്ഞ ക്യാരക്ടറിനോട് കെന്നി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചോദിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഒരിക്കലും ആ ഒരു ക്ലിനിക് ഹൗസിൽ സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ തന്നെ സോഫിയ എന്ന് പറഞ്ഞ ക്യാരക്ടർ പറയുന്നുണ്ട് അവള് സാറയുടെ കൂടെ താമസം മാറുകയാണ്. ഇത് കെന്നിക്ക് ഭയങ്കര ഷോക്കിംഗ് ആണ്. കാരണം സാറേനെ ആ ഒരു ടൗണിൽ ആർക്കും ട്രസ്റ്റ് ഇല്ല. അവള് ഈതൻ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു പയ്യനെ വരെ ആക്രമിച്ചിട്ടുണ്ട്. സോ എന്തുകൊണ്ട് സാറയുടെ കൂടെ താമസം മാറുന്നു? സോ നമുക്ക് എല്ലാവർക്കും അറിയാം, മാൻ ഇൻ യെല്ലോ അവിടെ ആ ഒരു ടൗണിൽ ചുമ്മാ ഒന്നും വന്ന് കയറിയേക്കുന്നതല്ല. ഇപ്പോൾ പുള്ളിക്കൊരു നല്ലൊരു പർപ്പസ് ഉണ്ട്. പുള്ളിയുടെ പർപ്പസ് എന്ന് പറയുന്നത് എന്താന്ന് നമുക്ക് റിയൽ ആയിട്ട് അറിയത്തില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൗണിലെ ആളുകളെ ഒരിക്കലും ഫിസിക്കലി ബ്രേക്ക് ഡൗൺ ചെയ്യാനല്ല പുള്ളിയുടെ ഒരു ആഗ്രഹം. പുള്ളിക്ക് അവരെ മെന്റലി ബ്രേക്ക് ഡൗൺ ചെയ്ത് തമ്മിൽ ഒരു തെറ്റിക്കുക, അവർ തമ്മിലുള്ള ട്രസ്റ്റ് നശിപ്പിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ ഈ സോഫിയ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര ഇന്നസെന്റ് ഒക്കെ ആയിട്ടാണ് അവളുടെ ഒരു പെരുമാറ്റം. പക്ഷെ ഇവള് ഈ ഒരു സാറയുടെ കൂടെ താമസിക്കാൻ തുടങ്ങുന്നു. അതിനുശേഷം ഇങ്ങനെയൊക്കെ വേണം സംഭവിക്കുക. അതായത് സാറ പതിയെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരാളാണ് ടൗണിലുള്ള ബാക്കിയുള്ള ആളുകൾക്ക് തോന്നുകയും എല്ലാവരും അവളോട് ഫോർഗീവ് ചെയ്ത് അവളെയും അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് കാണാൻ തുടങ്ങാൻ ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് വേണമെങ്കിൽ ഈ ഒരു സോഫിയ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വീണ്ടും സാറേനെ മാനിപ്പുലേറ്റ് ചെയ്ത് വലിയൊരു പ്രശ്നങ്ങളൊക്കെ ആ ഒരു ടൗണിൽ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആ ടൗണിലുള്ള ആളുകൾക്ക് പിന്നെ ആരെയും ട്രസ്റ്റ് കാണത്തില്ല. അവർ ടോട്ടലി മെന്റലി ബ്രേക്ക് ഡൗൺ ആകാൻ ഒരു ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആ ഒരു ടൗണിലെ എല്ലാവർക്കും പിന്നെ തമ്മിലൊരു ട്രസ്റ്റ് വരത്തില്ല. അത് വലിയ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാവും. പിന്നെ സാറേനെ ചൂസ് ചെയ്യാൻ വേറൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം സാറയ്ക്ക് ആ ഒരു ടൗണിലെ ഈവിൾ വോയിസ് ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. സോ അവൾക്ക് എൽജിനെ പോലെ തന്നെ അവിടുത്തെ അവരെ കേൾക്കാനും ഒക്കെ പറ്റും. സോ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ, മാനിപ്പുലേറ്റ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. സോ അതുകൊണ്ടായിരിക്കും ചിലപ്പം ആ ഒരു ക്യാരക്ടറിനെ ചൂസ് ചെയ്യുക. അപ്പോൾ എന്താണെങ്കിലും ഇനിയുള്ള വരുന്ന എപ്പിസോഡ്സ് ഒക്കെ വളരെ ക്രൂഷ്യലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അടുത്ത എപ്പിസോഡിലൊക്കെ വേണേ കൂടുതൽ ഇവന്റ്സും കാര്യങ്ങളൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു സംഭവത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. കൂടാതെ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഈ മാൻ ഇൻ യെല്ലോ ഒരിക്കലും ആ ഒരു ടൗണിൽ വന്നേക്കുന്ന അവിടെ താമസിക്കാനല്ല, പകരം ആ ടൗണ് അകത്തു നിന്ന് നശിപ്പിക്കാൻ തന്നെയാണ്. അപ്പോൾ അത് എന്നാണെങ്കിലും നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കാണാം. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനൊക്കെ ആയിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.